ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്ന അസർബൈജാനിലെ 4th ഡേ, അതായത് 4ാമത്തെ വീഡിയോയാണ് കേട്ടോ. ഡേ 4ലുള്ള വീഡിയോസാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഷഹദ എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്കാണ്. അവിടെയെന്ന് പറയുന്നത് റഷ്യയോട് ഒത്തിരി അടുത്ത് നിൽക്കുന്നത്, അതായത് നമ്മൾ ഈ ഇത്രയും ദിവസം പോയതിൽ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്ന സ്ഥലം ഇതായിരുന്നു. ഇവിടെ ഏതാണ്ട് 4-5 ആ ഒരു ടെമ്പറേച്ചറായിരുന്നു ഡിഗ്രി. ഇവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ ചെറിയൊരു തൂളുമഴ ഉണ്ടായിരുന്നു. അപ്പം മഴയും ആ തണുപ്പെല്ലാം കൂടെ ആയിട്ട് നല്ല നല്ല രസമായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല തണുപ്പുമായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ടും നമ്മൾ ഇവിടെ കേബിൾ കാറിൽ മേലെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. അങ്ങനെയാണ്. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടുത്തെ കേബിൾ കാർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഒരു കവറും കൊണ്ട് ഇങ്ങനെ, അതായത് മേലത്തെ പോർഷൻ ക്ലോസ് ചെയ്യും. പക്ഷെ നമ്മുടെ കാല് ഇപ്പോൾ ആ ഓപ്പോസിറ്റ് വരുന്നവരുടെ കണ്ടോ, ആ കാല് നമ്മളുടേത് ഈ ഒരു കാറിൻ്റെ പുറത്താണ് ഉള്ളത്. അന്നേരത്തേക്കും നമ്മൾ ലെഗിൻസോ അല്ലെങ്കിൽ പാൻസ് ഒന്നും ഇടാണ്ടാണ്, അതായത് ജസ്റ്റ് ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണെന്നാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. പോരാത്തതിന് ഈ കാലാവസ്ഥയും കൂടെ. എന്നതാണേലും ഈ റൈഡ് എന്ന് പറയുന്നത് ആ മഴയത്തും കൂടെ ആയതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു ആ റൈഡ് മുകളിലോട്ട് പോകുന്നത്. പിന്നെ മെയിനായിട്ടും നമ്മൾ ഈ പോകുന്ന സമയത്ത് മുകളിലോട്ട് കയറുന്തോറും ഭയങ്കരമായിട്ട് മഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് അവിടുത്തെ സീനറീസ് ഒന്നും വലിയ കാര്യമായിട്ട് കാണാനായിട്ട് പറ്റിയില്ല. ഈ ടൈപ്പ് കേബിൾ കാറിന് ചെയർ ലിഫ്റ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മൾ വന്ന് അതിൻ്റെ മേലെ ഒരു സ്റ്റേഷനുണ്ട്, അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ശരിക്കും ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സംഭവം ഒന്നും കാണത്തില്ലാത്ത രീതി അത്രയും മഞ്ഞായിരുന്നു. പക്ഷേ ആ മഞ്ഞത്ത് നിൽക്കാനുള്ള സുഖമുണ്ടല്ലോ, കാരണം എസ്പെഷ്യലി നമ്മൾ ഇവിടുന്ന് പോയതുകൊണ്ട് ഇതിപ്പോൾ മഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ ആ റിസോർട്ട് ചെറുതായിട്ട് നമുക്ക് കാണാമായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ഒരു കോഫി ഷോപ്പ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഹോട്ട് ചോക്ലേറ്റും കോഫിയും എല്ലാം കുടിച്ചു കേട്ടോ. അങ്ങനെ ഇതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത ആ സ്ഥലം. ഇവിടെയും ആംബിയൻസ് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാൽ, അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി പ്ലേസസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തിരിച്ചു. പിന്നെ ഇവിടെ ഇത്രയും നല്ല കാലാവസ്ഥ വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത്, നമ്മൾ ബാക്കുവിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കുവിൽ അത്യാവശ്യം ടെമ്പറേച്ചർ ഒരു 27-28 ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അതായിരിക്കാം കാരണമെന്ന് തോന്നുന്നു ഇത്രയും നല്ല ക്ലൈമറ്റ് വരാൻ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് ലഞ്ച് കഴിക്കാനായിരുന്നു. നമ്മൾ ഇത്രയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇവിടുത്തെ ഹോട്ടലുകളുടെ ആ ഭംഗി ഒന്ന് ശ്രദ്ധിക്കണം, റെസ്റ്റോറൻറ്റ്സിൻ്റെ ഭംഗി. ഇത് നോക്കാം, അവിടുത്തെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് കണ്ടോ, അതിൻ്റെ പുറത്ത് കാണുമ്പോൾ ആ റിസോർട്ടിൻ്റെ പുറത്ത് തന്നെ അത്രയും ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ശരിക്കും നമുക്ക് കണ്ട നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുന്ന ആ ഒരു ഫീല് തോന്നും. കാരണം അത്രയും മരങ്ങളും കാര്യങ്ങളെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൂടുതലും ഈവനിങ് ആണ് സജീവമാകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട ആൾക്കാരൊക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നതും നല്ല തിക്കായിട്ട് നല്ല അടുപ്പിച്ചടുപ്പിച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഫോറസ്റ്റായിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഏരിയ ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയി തിരിച്ച് ഹോട്ടലിലെത്തിക്കഴിഞ്ഞ് ഇപ്പം നമ്മളുടെ കൂടെ നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ ഇന്ന് അവരുടെ ലാസ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ അവർ മോർണിംഗ് തന്നെ തിരിച്ചു പോകും. അപ്പം നമ്മൾ ജസ്റ്റ് ബാക്കുവിൽ തന്നെ എല്ലായിടും ഒന്ന് ചുമ്മാ നടന്ന് കാണാം. അവിടെ നിസാമി സ്ട്രീറ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു സ്ട്രീറ്റ് ഉണ്ട്, അതായത് ഷോപ്പിങ്ങിനൊക്കെ നല്ല അടിപൊളി സ്ട്രീറ്റാണ്. ഇതായിരുന്നു നമ്മൾ താമസിച്ച ഹോട്ടൽ കേട്ടോ. ഗ്രാൻഡ് ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. വൈകുന്നേരം ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് കൊച്ചിനെയും പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയപ്പം എടുത്ത വീഡിയോസ് അത് കഴിഞ്ഞ് ഇതിപ്പം നമ്മൾ നിസാമി സ്ട്രീറ്റിലേക്ക് വന്നു. നിസാമി സ്ട്രീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ ചീപ്പായിട്ടോ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനത്തെ
ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. അത് മെയിനായിട്ടും എല്ലാവരും എല്ലാ വീഡിയോസിലും നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ കാണാം. ബാക്കുവിൽ ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് മെയിനായിട്ടും ആൾക്കാർ പറയുന്ന ഈ ഒരു നിസാമി സ്ട്രീറ്റാണ്. ഇവിടെ ചെന്നാൽ നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം എല്ലാം കിട്ടും. ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഡ്രസ്സ് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം. അതുപോലെ ഇതുപോലെ കുറേ സ്ഥലങ്ങൾ അവിടെ ഇങ്ങനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഷോപ്സൊക്കെ എന്നാ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ നമ്മുടെ കല്ലുമ്മക്കായില്ലേ, കല്ലുമ്മക്കായ് വേവിച്ചിട്ട് വെക്കുന്ന കണ്ടു. അതുപോലെ ഇത് കോണ് പിന്നെ നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്നല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അകത്ത് അവർ റൈസൊക്കെ നിറച്ചിട്ട് പിന്നെ അവർ ഫ്ലേവറിങ് ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. എന്തോ ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റ്, അത്ര തന്നെ. പിന്നെ നമ്മളെല്ലാവരും കോണും പറഞ്ഞായിരുന്നു. അത് സാധാരണ നമ്മൾ സ്വീറ്റ് കോണ് വേവിച്ച് നമ്മൾ പറയാറില്ലേ, അത് തന്നെ സംഭവം. പിന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ ആണെങ്കിലും ശരി, ഇവരുടെ കൾച്ചറിൻ്റെ ആണെങ്കിലും ശരി, യൂറോപ്പുമായിട്ട് ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. അത് നമ്മളുടെ ഗൈഡ് തന്നെ പറഞ്ഞായിരുന്നു. അതായത് ഇവർ ഒത്തിരി യൂറോപ്പിനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ലൈഫ് സ്റ്റൈലിലും ഡ്രസ്സിങ്ങിലും എല്ലാത്തിലും. പിന്നെ അതുകൂടാതെ ഇവരുടെ കൂടുതലും വരുന്നത് തുർക്കിയാണ് ഇവർ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ആയിരിക്കുന്നത്. പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നുവെങ്കിലും ഇവർ ഇപ്പം 95% അവിടെ മുസ്ലിംസാണ് ആ കൺട്രിയിലുള്ളത്. ഇതാണ് അസർബൈജാൻ എന്ന് പറയുന്ന ആ ഒരു കൺട്രി ഇപ്പോൾ ഉള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ ബൊമ്മ പോലെ വേഷമൊക്കെ കെട്ടിയിട്ട് അങ്ങനത്തെയൊക്കെ ആൾക്കാരും കുറേ നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ ഇതുപോലെ വാട്ടർ ഫൗണ്ടൻ്റെ 1-2 സ്ഥലങ്ങളിലൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഇതാണ് നിസാമി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോയി കേട്ടോ. ഇതിപ്പം നമ്മളുടെ ഹോട്ടലിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റേഡിയം ഉണ്ട്. ഇതിവിടുത്തെ തിയേറ്ററോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഡ്രാമയൊക്കെ പ്ലേ ചെയ്യുന്ന സ്ഥലമില്ലേ, അങ്ങനത്തെ എന്തോ സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നത്. കാരണം അവിടെ പോസ്റ്ററൊക്കെ കാണുന്ന ആ രീതിയിലാണ്. പിന്നെ ഇവിടെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഹോട്ടൽ. ഇതാണ് ഗ്രാൻഡ് ഹോട്ടൽ. ഇതിപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇത് റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഓഫീസിന് അവിടെ ലോബിയിൽ തന്നെ ഉണ്ടല്ലോ, നമുക്കവിടെ ഇരിക്കാനുള്ള സീറ്റിങ്ങും ഉണ്ട്. ഇതിപ്പം വൈകുന്നേരമായി, നമ്മൾ രാത്രി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതല്ലേ. ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്തൊക്കെ ഇവിടെ ഈ ഡ്രിങ്ക്സും ഗ്ലാസും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇത് ഫ്ലേവറിങ് ആഡ് ചെയ്തിട്ടുള്ള വെള്ളം. പിന്നെ ഇവിടെ കുറേ കൺട്രികളുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. സൈഡിൽ തന്നെ കുറേ സോനിയേഴ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലോബിയിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ഡോറുണ്ട്. ഈ ഡോറിലൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. റെസ്റ്റോറൻറ്റിൽ തന്നെ ഇതുപോലെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സും നമ്മൾ പോയടുത്ത് ഈ ഒരു ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു. ഇവിടെ പിന്നെ കൂടുതലും ഇങ്ങനെ ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തത്. അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. നാളെ 5th വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു.